കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ എത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ട് VC. രജിസ്ട്രാറുടെ റൂമിൽ അനധികൃത പ്രവേശനം തടയാൻ VC നിർദ്ദേശം നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, പോര് കടുക്കുകയാണ്. ഇന്ന് രജിസ്ട്രാർ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്, പ്രതിഷേധമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കേരള സർവകലാശാലയിൽ പോര് തുടരുകയാണ്. ഇന്ന് രജിസ്ട്രാർ ജോലിക്കെത്തുമോ എന്നുള്ളതിൽ ആശങ്കയുണ്ട്. അനിൽകുമാർ എത്തുന്നത് തടയാനുള്ള VCയുടെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. രജിസ്ട്രാറുടെ റൂമിൽ അനധികൃത പ്രവേശനം തടയാൻ VC നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിനോടകം തന്നെ അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകുകയും അത് VC നിഷേധിക്കുകയും ചെയ്തു. സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് അവധിക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചോദിച്ചത്. മോഹനൻ കുന്നുമ്മൽ ഇന്ന് അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കും. അപ്പോൾ രജിസ്ട്രാർ അങ്ങോട്ടേക്ക് ജോലിക്കെത്തുമോ എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനിടെ SFIയുടെ പ്രതിഷേധം, DYFIയുടെ ഒക്കെ വലിയ പ്രതിഷേധം ഇന്നുണ്ടാവുകയും ചെയ്തും വലിയ ഒരുക്കങ്ങൾ ഈ പ്രതിഷേധം മുന്നിൽ കണ്ട് സുരക്ഷയുൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉമേഷ്, വിശദാംശങ്ങൾ. അനുജ, സമാനതകളില്ലാത്ത ഒരു നടപടിക്രമങ്ങളിലേക്ക് കേരള സർവകലാശാല കടക്കുകയാണ്. നിലവിൽ സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ പിൻവലിച്ച കെ എസ് അനിൽകുമാറിനെ വീണ്ടും സർവകലാശാലയിൽ കയറരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം VC നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ലീവ് അപേക്ഷയും നൽകി. പക്ഷേ ലീവ് അപേക്ഷ VC അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് സർവകലാശാലയിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് പുതിയ നീക്കം. ഈ നീക്കപ്രകാരം രജിസ്ട്രാറുടെ ഓഫീസ്, അതായത് രജിസ്ട്രാറെ സസ്പെൻഷൻ നടപടി എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് മറ്റാര് കടന്നാലും തടയണമെന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് സസ്പെൻഷനിലായ കെ എസ് അനിൽകുമാർ ആണെങ്കിലും തടയാം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം SFI മാർച്ചിനിടെ വലിയ നാശനഷ്ടങ്ങൾ സർവകലാശാലയിൽ നടന്നു. അതിന്റെ കണക്കെടുപ്പ് തുടരുകയാണ്. ഈ കണക്കെടുപ്പ് തുടരുന്ന സാഹചര്യത്തിൽ അനധികൃത പ്രവേശനങ്ങൾ പൂർണ്ണമായി നിരോധിക്കണം എന്നുള്ള നിർദ്ദേശമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. പക്ഷേ ലക്ഷ്യം കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അസാധാരണ നീക്കമാണ് ഇപ്പോൾ VC നടത്തിയിരിക്കുന്നത്. ഇനി സെക്യൂരിറ്റി ഓഫീസർ ഇത് അനുസരിക്കുമോ, അതനുസരിച്ച് സെക്യൂരിറ്റി ഓഫീസർ കെ എസ് അനിൽകുമാർ എത്തിയാൽ തടയുമോ, തടഞ്ഞാൽ എന്തായിരിക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗം അടക്കമുള്ളവരുടെ തീരുമാനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്. അതാണ് ആ പോര് തുടരുകയാണ്. ഇന്നിപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ ആകാംക്ഷയുണ്ട്. രജിസ്ട്രാർ ജോലിയിലേക്ക് എത്തുമോ, അങ്ങനെ എത്തുകയാണെങ്കിൽ തടയണം എന്നുള്ളതാണ് VCയുടെ നിർദ്ദേശം. ആ തരത്തിലേക്ക് അത് സെക്യൂരിറ്റി ഓഫീസർ നടപ്പാക്കുമോ എന്നൊക്കെയുള്ളതിന്റെ ആശങ്ക, ആകാംക്ഷ.